രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം MP സ്ഥാനം ഒഴിയും. പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം സംബന്ധിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച KPCC ഉപസമിതി ചൊവ്വാഴ്ച തൃശൂരിലെത്തും. പരാജയ കാരണങ്ങൾ വിലയിരുത്താനായി CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക്. ഇരിഞ്ഞാലക്കുട പെരുവല്ലൂപ്പാടം സ്വദേശി വിഷ്ണുവിനെ അർമേനിയയിൽ ബന്ദിയാക്കി. മകന്റെ ജീവൻ ഭീഷണിയിലെന്ന് അമ്മ ഗീത. മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. മന്നാമംഗലം മുരുക്കുംപാറ പ്രദേശത്തെ പുലിഭീതി പരിഹരിക്കുന്നതിനായി മന്ത്രി K. രാജന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം. ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. ചേലക്കര സൂപ്പിപ്പടി സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഫാസ്ട്രാഗ് ഇല്ലാത്തതിനാൽ മാളയിൽ നിന്നുള്ള KSRTC ബസ്സുകൾ ആമ്പല്ലൂർ വരെയാക്കി സർവീസ് ചുരുക്കുന്നു. സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവുമെന്ന് യാത്രക്കാർ. വാർത്തകൾ വിശദമായി. പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചതോടെ വയനാട് സീറ്റ് ഒഴിയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതോടെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ അവസരമൊരുങ്ങിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്താൻ കോൺഗ്രസ് ഉന്നതതല യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ K. മുരളീധരന്റെ തോൽവി സംബന്ധിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച KPCC ഉപസമിതി ചൊവ്വാഴ്ച തൃശൂരിലെത്തും. മുൻ MLA KC ജോസഫ്, അഡ്വക്കേറ്റ് T. സിദ്ദിഖ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനായി എത്തുന്നത്. ജില്ലയിലെ 14 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുമായും സമിതി കൂടിക്കാഴ്ച നടത്തും. അതേസമയം സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരനുമായി സമിതി തൽക്കാലം കൂടിക്കാഴ്ച നടത്തില്ല. K. മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പൊട്ടിത്തെറിയെ തുടർന്നാണ് ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ 3-അംഗ സമിതിയെ നിയോഗിച്ചത്. തൃശൂർ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MP കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി KK വത്സരാജന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പുതുവസ്ത്രമണിഞ്ഞ് വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും എത്തി. നിസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും വിശ്വാസി സമൂഹം പെരുന്നാൾ സ്നേഹം പങ്കുവച്ചു. തുടർന്ന് ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി. ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയും അവർ സൗഹൃദം പങ്കിട്ടു. ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ വുളൂഹിയത്ത് നമസ്കാരത്തിന് ശേഷം പള്ളികളിലും വീടുകളിലും വുളൂഹിയത്ത് നടന്നു. മുതുവട്ടൂർ രാജാഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം വഹിച്ചു. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്ര, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ സാബിദ് സഖാഫി, തിരുവത്ര പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫി, പുന്ന ജുമാ മസ്ജിദിൽ നൌഷാദ് സഖാഫി, മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സഖാഫി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിനായി തൃശൂർ നഗരത്തിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുനീർ വരന്തരപ്പള്ളി നേതൃത്വം നൽകി. കൊക്കാലപ്പള്ളിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം ഇസ്മയിൽ റസ്വിയും, തൃശൂർ ശക്തൻ MIC മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം ഓണംപള്ളി മുഹമ്മദ് ഫൈസിയും നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട പെരുവല്ലൂപ്പാടം സ്വദേശി വിഷ്ണുവിനെ അർമേനിയയിൽ ബന്ദിയാക്കിയെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 മുൻപ് 2.5 ലക്ഷം നൽകിയില്ലെങ്കിൽ വിഷ്ണുവിനെ വധിക്കുമെന്നാണ് തടവിലാക്കിയവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. മോചനദ്രവ്യമായി വീട്ടുകാർ 1.5 ലക്ഷം നൽകിയിരുന്നു.
മകനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും അമ്മ ഗീത പരാതി നൽകി. വിദേശകാര്യ മന്ത്രാലയം ഇടപെടണമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കൾക്കൊപ്പം ഹോസ്റ്റൽ നടത്തുന്ന ജോലിക്കാണ് വിഷ്ണു അർമേനിയയിൽ എത്തിയത്. ഇതിനായി 8.5 ലക്ഷത്തോളം രൂപ ചെലവായിരുന്നു. എന്നാൽ വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് ഹോസ്റ്റൽ വിഷ്ണുവിനെ ഏൽപ്പിച്ച് സുഹൃത്തുക്കൾ മുങ്ങുകയായിരുന്നു. ഹോസ്റ്റലിന്റെ ഉടമസ്ഥനാണ് വിഷ്ണുവിനെ ബന്ദിയാക്കിയിരിക്കുന്നതെന്ന് അമ്മ ഗീത പറഞ്ഞു. 10 ലക്ഷം രൂപയാണ് മോചനദ്രവ്യമായി ചോദിച്ചിരിക്കുന്നത് എന്നും അമ്മ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മാന്നാമംഗലം മുരുക്കുംപാറ പ്രദേശത്തെ പുലിഭീതി പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുമായി സർവകക്ഷി യോഗം ചേർന്നു. മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ റവന്യൂ മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മേഖലയിൽ പോലീസ്, വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ പട്രോളിംഗ് ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിന് KSEBയ്ക്കും റോഡിന് ഇരുവശത്തെയും കാട് വെട്ടിവൃത്തിയാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനും നിർദ്ദേശം നൽകി. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കൂട് സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ADM T. മുരളി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രദീപ്, ഒല്ലൂർ SHO അജീഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ MP സജീവ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി ഭാര്യ വീട്ടിലെത്തിയ യുവാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. ചേലക്കര സൂപ്പിപ്പടി കുണ്ടുപാടം വീട്ടിൽ സുലൈമാനാണ് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് മകൾക്ക് ഡ്രസ്സ് വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയും ഭാര്യയുടെ മാതാവും പിതാവും ചേർന്ന് സുലൈമാനെ ആക്രമിച്ചത്. 4 മാസത്തോളമായി ഭാര്യയുമായി അകന്ന് താമസിക്കുകയായിരുന്നു സുലൈമാൻ. മുളവടി കൊണ്ടും പൈപ്പ് കൊണ്ടുമാണ് സുലൈമാനെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. മർദ്ദനത്തിൽ സുലൈമാന്റെ തലയ്ക്കും കൈകൾക്കും കാലിനും പരിക്കേറ്റു. പരിക്കേറ്റ സുലൈമാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്തു. റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിന്നു. മോളെ വിളിച്ചു. മോള് കരഞ്ഞു. മോള് കരഞ്ഞിട്ട് എൻ്റെ പറയുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്തു. വീടിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോറ് തുറക്കുന്ന കുട്ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അത് ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം വീടല്ലോ, എൻ്റെ കൂടിയാണ് വീട്, എൻ്റെ സാധനങ്ങളും ഇതൊക്കെ ഞാൻ ചെയ്തതല്ലോ, എൻ്റെ മോൾക്ക് അത് കൊടുത്തിട്ട് ഞാൻ പോകും എന്നുള്ള ലെവലിലാണ് ഞാൻ പോയത്. അപ്പോൾ അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി, ഉപ്പാനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇവർ ഉമ്മയും വാപ്പയും ഇവളും കൂടി എന്നെ, ആദ്യം ഉമ്മയാണ് വന്നത്. ഉമ്മ ഒരു മുളവടിയായിട്ട് വന്നിട്ട് എന്നെ തല്ലായിരുന്നു ഫസ്റ്റ്. ടോൾ പ്ലാസ കടന്നുപോകാൻ ഫാസ്ടാഗ് ഇല്ലാത്തതിനാൽ മാളയിൽ നിന്നുള്ള KSRTC ബസ്സുകൾ ആമ്പല്ലൂർ വരെയാക്കി സർവീസ് ചുരുക്കുന്നു. മാളയിലെ 6 ബസ്സുകൾ ടെസ്റ്റിനായി കൊണ്ടുപോയപ്പോൾ പകരം മറ്റു ഡിപ്പോകളിൽ നിന്ന് കൊണ്ടുവന്നതിനാണ് ഫാസ്ടാഗ് ഇല്ലാത്തത്. അങ്കമാലി, ആലുവ ഡിപ്പോകളിൽ നിന്നാണ് ബസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരാഴ്ചയായി തൃശൂർ വരെയുള്ള ബസ്സുകളിൽ പലതും ആമ്പല്ലൂരിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ടെസ്റ്റിന് പോയ ബസ്സുകൾ എന്ന് തിരിച്ചുവരുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല. കോവിഡിന് ശേഷം മാളയിലെ ഗ്രാമീണ മേഖലയിലേക്കുള്ള ഭൂരിഭാഗം സർവീസുകളും നിർത്തിയിരിക്കുകയാണ്. കോവിഡിന് മുൻപ് 53 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നത് 23ലേക്ക് വെട്ടിക്കുറച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. മാളയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടാണ് തൃശൂരിലേക്കുള്ളത്. തൃശൂരിലേക്ക് ബസ് മാറിക്കയറി പോകുന്നത് യാത്രക്കാർക്ക് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നു. അങ്കമാലിയിൽ നിന്ന് 3 ബസ്സുകളാണ് മാളയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആലുവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബസ് തിങ്കളാഴ്ച തിരിച്ചു കൊണ്ടുപോകും. 6 ബസ്സുകൾക്ക് പകരമായി ഇനി 3 മാത്രമായിരിക്കും മാളയിലുണ്ടാകുന്നത്. പകരം ലഭിച്ച ബസ്സുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അതേസമയം ഫാസ്ടാഗ് ഇല്ലെന്ന വിവരം മേഖലാ ഓഫീസിലേക്ക് അറിയിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയതെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത്. TCV ന്യൂസ്, മാള. ദേശീയപാത പുതുക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം പാലപ്പെട്ടി സ്വദേശി പെരുവത്ത് മജീദിന്റെ മകൻ 20 വയസ്സുള്ള മർസൂഖ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അജ്മലിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നവരാണ് ഇരുവരും. പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ 10 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന നിമ്മി മോൾ എന്ന ബസ്സും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.
കുന്നംകുളം ആർത്താറ്റ് ബസ്സും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പിക്കപ്പ് ജീപ്പ് ഡ്രൈവർ മുല്ലശ്ശേരി കുരിക്കോട്ട് വീട്ടിൽ സുജിത്ത്, സഹായി ഇതര സംസ്ഥാന തൊഴിലാളിയായ സുശീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് 2 ഇടങ്ങളിൽ മോഷണം, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് കിഴക്ക് വശം കളറാട്ട് കായിപ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് കയറിയ മോഷ്ടാവ് സ്വീകരണമുറിയിൽ ഉറങ്ങുകയായിരുന്ന ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും കവർന്നു. 2 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. മൊബൈലിലെ ലൈറ്റ് കണ്ട വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സമീപവാസി കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ 1.25 പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു. ഇവിടെയും അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. സമീപവാസി അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസിന് മണിക്കൂറുകളുടെ ഇടവേള. നിർത്തിവെച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യം. രാവിലെ 11:35 തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ 10 മണിക്കൂറിന് ശേഷം രാത്രി 9:35 ഉച്ചയ്ക്ക് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ പോയാൽ അടുത്ത ട്രെയിൻ രാത്രി 11 ശേഷവും. നിർത്തിവെച്ച ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ സർവീസ് പുനരാരംഭിച്ചാൽ ഈ ഇടവേള ഒഴിവാക്കാനാകും. വൈകിട്ട് 5 ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കും തിരിച്ച് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് 7:30 ഗുരുവായൂരിൽ എത്തുന്നതായിരുന്നു സർവീസ്. കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ നിർത്തിവെച്ച സർവീസ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. ഗുരുവായൂരിലെത്താനും മടങ്ങാനും തീർത്ഥാടകർക്ക് ആശ്രയമായിരുന്ന ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പകൽ മുഴുവൻ ഗുരുവായൂരിൽ നിർത്തിയിടുന്ന ചെന്നൈ എഗ്മോർ ട്രെയിൻ ഈ സർവീസിനായി ഉപയോഗിക്കാവുന്നതുമാണ്. ഈ ആവശ്യം പക്ഷേ റെയിൽവേ അധികൃതരുടെ ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത്. ചേലക്കരയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിനിടെ പുഴുവിനെ ലഭിച്ചതായി പരാതി. ഞായറാഴ്ച രാത്രിയിലാണ് ചേലക്കര മേപ്പാടം സ്വദേശിയായ റസാഖും സുഹൃത്തും ചേർന്ന് ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഹോട്ടലിൽ നിന്നും ഇരുവരും അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സലാഡിൽ നിന്നും പച്ച നിറത്തിലുള്ള പുഴുവിനെ കണ്ടതായാണ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് കടയിൽ ഉണ്ടായിരുന്നവരോട് ചോദിച്ചപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞതായി റസാഖ് പറയുന്നു. കഴിച്ച ഭക്ഷണത്തിന്റെ പണവും നൽകിയാണ് കടയിൽ നിന്ന് ഇരുവരും ഇറങ്ങിയത്. ഇത് സംബന്ധിച്ച് ചേലക്കര പോലീസിൽ പരാതി നൽകി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുവർക്കും അസ്വസ്ഥത ഉണ്ടാവുകയും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തതായും ഇവർ പറഞ്ഞു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങളൊരു ഏകദേശം 12 മണിയോട് കൂടി അവിടെ എത്തിയതാണ്. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അവർക്ക് വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. വെയിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ആകുമ്പോഴത്തേക്കും ഫുഡ് വന്ന് കഴിച്ച് ഇരിക്കുന്നൊരു പകുതി ഏകദേശം അൽഫാം കുബൂസാണ് പറഞ്ഞത്. അത് വന്നു. എക്സ്ട്രാ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് എന്തൊരു വ്യത്യാസം തോന്നിയപ്പോൾ ഫുഡിലേക്ക് നോക്കിയതാണ്. നോക്കിയപ്പോൾ പച്ചക്കറിയിൽ കണ്ടുവരുന്ന ഒരു സൈസ് പുഴുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ. കാരണം നമ്മൾ ചേലക്കരയിൽ അത്യാവശ്യം എല്ലാവരും ഒരു സമയത്തിന് അപ്പുറം കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണ്. കാരണം എനിക്ക് ഇങ്ങനെ വന്നു, നാളെ ഇതുപോലെ ആർക്കും വരരുത്. ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായി. ദേശമംഗലം വരവൂർ മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 20 വർഷങ്ങൾക്ക് മുൻപ് ഭൂചലന കേന്ദ്രം സ്ഥാപിച്ചത്. എന്നാൽ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭൂചലന കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഭൂചലന അളവ് മാപിനികളിൽ വലിയ വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദത്തിൽ കൂടി ഭൂചലനം നടന്നതായി ഗ്രാഫ് കാണിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ നിന്നും സീസ്മോഗ്രാഫ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പീച്ചി ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നിരന്തരമായ ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ പ്രഭവ കേന്ദ്രം തലശ്ശേരിയിലാണെന്ന് പറഞ്ഞാണ് 1998 തലശ്ശേരിയിൽ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. തൃശൂർ നിർമ്മിതി കേന്ദ്ര 5 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം പണിതത്. തുടർന്ന് സീസ്മോഗ്രാഫ് സ്ഥാപിക്കുകയും താൽക്കാലിക ജീവനക്കാരനെ നിയമിക്കുകയും ചെയ്തു. ഭൗമശാസ്ത്രജ്ഞരായ CP രാജേന്ദ്രനും കുശല രാജേന്ദ്രനും സ്ഥലം സന്ദർശിച്ചാണ് ഉപകരണങ്ങൾ പീച്ചിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചത്. കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയതോടെ കെട്ടിടം പോലീസ് ഔട്ട് പോസ്റ്റോ വില്ലേജ് ഓഫീസോ ആയി മാറ്റുന്നതിനു വേണ്ടി
പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെവികൊണ്ടില്ല. തലശ്ശേരിക്കാരുടെ സ്വപ്നമായിരുന്ന ഗ്രാമീണ വായനശാല നിലവിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വായനശാലയെ നിലനിർത്താൻ കെട്ടിടം വിട്ടുതരുവാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഇവിടെ ഒരു ക്ലബ്ബ് നിലനിന്നിരുന്നു. ആ ക്ലബിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ നിർമ്മിച്ചത്. അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിളയാട്ടമായി മാറിയിരിക്കുകയാണ്. ഒരു പോസ്റ്റ് ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റായിട്ടോ മാറ്റണമെന്നും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഇതിന് അനുയോജ്യമായ സ്ഥലത്ത് ഒരു പഠനം നടത്തിക്കൊണ്ട് ഒരു ഭൂജല നിരീക്ഷണ കേന്ദ്രം വേണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെയും ആവശ്യം. TCV ന്യൂസ്, ചെറുതുരുത്തി. മണലൂർ പാലാഴി കല്ലുപാലത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും 2 ബാരൽ വാഷും ചാരായവും അന്തിക്കാട് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലാഴി സ്വദേശി ചാളിപ്പാട്ട് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ ചാരായം വാറ്റുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. പറമ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. SI KJ പ്രവീൺ, ASI ജോസി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജീഷ്, വിനോദ്, അഭിലാഷ്, അരുൺ എന്നിവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അരിമ്പൂരിൽ വഴിയരികിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ചയാൾ അറസ്റ്റിലായി. ഒഡീഷ സ്വദേശി കൃഷ്ണ പത്രോ എന്നയാളാണ് മോഷണം പോയ സൈക്കിൾ സഹിതം അന്തിക്കാട് പോലീസിന്റെ പിടിയിലായത്. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒറ്റ ദിവസം 1 കോടിയോളം രൂപയുടെ വരുമാനം. തിങ്കളാഴ്ച 96,99,253 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രം ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണ് ഇത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയതും റെക്കോർഡായി. 38,46,520 രൂപയുടെ നെയ്വിളക്കാണ് ഭക്തർ ഷീട്ടാക്കിയത്. 5 പേർക്ക് വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് 4,500 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 10,84,500 രൂപ ലഭിച്ചു. ഭക്തർ 31,04,090 രൂപയുടെ തുലാഭാരവും നടത്തി. 648 കുരുന്നുകൾക്ക് ചോറൂണ് നൽകി. 16 വിവാഹങ്ങളും നടന്നു. വൈശാഖ മാസത്തിലെ മെയ് 19 ലഭിച്ച 83,19,002 രൂപയാണ് വരുമാനത്തിലെ ഇതുവരെയുള്ള റെക്കോർഡ്. പാലപ്പള്ളി മേഖലയിലെ തോട്ടങ്ങളിലെ ചാലുകളിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നതായി ആക്ഷേപം. ചാലിലെ മീനുകൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് രാസലായനിയുടെ സാന്നിധ്യം മൂലമാണെന്നും ആരോപണമുയർന്നു. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ചാലുകളിൽ രാസമാലിന്യം കണ്ടെത്തിയത്. ചാലിലെ നീരൊഴുക്ക് നിന്നപ്പോഴാണ് മീനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തോട്ടങ്ങളിൽ കാലാവധി കഴിഞ്ഞ റബ്ബർ മരങ്ങളിൽ നിന്നുമെടുക്കുന്ന പാൽ സംഭരിക്കുന്നതിനായി കെമിക്കൽ ബാരലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചാലുകളിൽ വെച്ച് വൃത്തിയാക്കാറുണ്ടെന്നും ഇതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ചാലിൽ നിന്ന് കെമിക്കൽ കലർന്ന ഗന്ധം വന്നപ്പോഴാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചാലിന് സമീപത്തുള്ള കിണറുകളും മലിനീകരണത്തിന്റെ വക്കീലാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മസ്ജിദ് നിർമ്മാണത്തിന് സാഹോദര്യത്തിന്റെ മാധുര്യം ചേർത്ത ചായ വിളമ്പി സുബ്രഹ്മണ്യനും കുടുംബവും. പുതിയക്കാവ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പുന്നയ്ക്ക ബസാർ EVG റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിൽ മനുഷ്യ സാഹോദര്യത്തിന്റെ ഹൃദ്യമായ കാഴ്ച കാണാനാകും. മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾ ചായ കുടിക്കുന്ന നേരമാകുമ്പോൾ തൊട്ടടുത്ത് അഴിപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് ചായയെത്തും. സുബ്രഹ്മണ്യന്റെ ഭാര്യ കൗസല്യ അല്ലെങ്കിൽ പേരക്കുട്ടി കിച്ചൻ എന്ന കൃഷ്ണദാസ് ആയിരിക്കും മുറ തെറ്റിക്കാതെ ചായയുമായി കടന്നുവരിക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മസ്ജിദിന് വാരം കോരിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ചായ വിളമ്പൽ. 42 പണിക്കാർക്ക് വരെ ചായ നൽകിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾക്കിടയിലും സുബ്രഹ്മണ്യന്റെ കുടുംബം താൽപര്യത്തോടെയാണ് ചായ നൽകൽ തുടരുന്നത്. സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാക്കറിലാണ് കഴിയുന്നത്. ജീവിത പരാധീനതകൾക്കിടയിലും മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിവായി ഈ ചായ നൽകൽ ഒരു സാധാരണ കാര്യമായാണ് ഈ കുടുംബം കരുതുന്നത്. ഞങ്ങൾക്ക് ആദ്യമേ ഉള്ള ഒരു സ്വഭാവമാണ്. ഈ കെട്ടിടം പണിത് ഞങ്ങൾ തീരുന്നവരെ ഇതിങ്ങനെയല്ല, തട്ടം മാത്രമല്ല ജ്യൂസായിട്ടും ചായയായിട്ടും നാരങ്ങവെള്ളമായിട്ടും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പം മൂപ്പര് ഇരിപ്പിലായപ്പോൾ അതിനൊത്തിരി ബുദ്ധിമുട്ട് വന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷമാണ്. അപ്പം എന്നോട് ആൾ കൂടിയപ്പോൾ പറഞ്ഞ് വേണ്ടാന്ന്, പക്ഷെ എനിക്ക് മനസ്സനുഭവിച്ചില്ല. മൂപ്പരും പറഞ്ഞ് കൊടുത്ത് സാരില്ല, അതിലൊന്നും നമ്മ നശിക്കാൻ പോണില്ല, സന്തോഷമേ ഉള്ളൂ. ഈ കുടുംബം ചെയ്യുന്ന സത്പ്രവൃത്തി നന്ദി വാക്കുകൾക്കുപരിയാണെന്ന്
മഹല്ല് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി പറഞ്ഞു. ഫെബ്രുവരി 25 പണി തുടങ്ങി ഇന്ന് വരെയും എല്ലാ ദിവസവും ചായ ഇവരെ വക പണിക്കാർക്ക് മുടങ്ങാതെ നൽകുകയുണ്ടായി. 5 ആളും 10 ആളും 42 ആൾ വരെയും പണിക്കാരുണ്ടായിട്ടും ഒരു ദിവസം പോലും ഇവർ ചായ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവരെ മനസ്സിനെ വളരെയധികം പ്രശംസിക്കേണ്ടതാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്നും പുതുതായി തിരുവനന്തപുരത്തേക്ക് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. രാവിലെ 4:20 ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുന്ന ബസ് എറണാകുളത്തേക്ക് പോകും. അവിടെ നിന്നും വൈക്കം, കൊട്ടാരക്കര, കോട്ടയം വഴി ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തെത്തും. ഉച്ചതിരിഞ്ഞ് 2:35 തിരിക്കുന്ന ബസ് കൊല്ലം, ആലപ്പുഴ, എറണാകുളം വഴി രാത്രി 10:55 തൃശൂർ സ്റ്റാൻഡിലെത്തും. അവിടെ നിന്നും വീണ്ടും 11:15 തിരിക്കുന്ന ബസ് 12 മണിക്ക് ചാലക്കുടി സ്റ്റാൻഡിലെത്തി ട്രിപ്പ് അവസാനിപ്പിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ മാസം ചാലക്കുടി ഡിപ്പോ സന്ദർശിച്ചപ്പോൾ നൽകിയ വാഗ്ദാനമായിരുന്നു പുതിയ സ്വിഫ്റ്റ് ബസ്. സനീഷ് കുമാർ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് നടത്തി. നഗരസഭാ കൗൺസിലർ നീത പോൾ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KS ഹരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാപ്പ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പോലീസ് പിടികൂടി. കൊടകര വല്ലപ്പാടി സ്വദേശി ചെങ്ങിനിയാടൻ വീട്ടിൽ എബിനെയാണ് കൊടകര പോലീസും കയ്പമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി പെരിഞ്ഞനത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ എബിനെ റിമാൻഡ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ മാസത്തിലായിരുന്നു നാടുകടത്തിയത്. മാടക്കത്തറ കുരിയപ്പാടത്തെ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിന് എതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്വകാര്യ വ്യക്തി ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചാണ് വ്യാപകമായി നികത്തുന്നത്. സമീപത്തെ ഇറിഗേഷൻ കനാലും കയ്യേറിയ നിലയിലാണ്. ഇത് സംബന്ധിച്ച് പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മാടക്കത്തറ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെയും കൃഷിക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. KG അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, മാടക്കത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, വാർഡംഗം സിമി സുനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം 1 നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഭഗവത് സേവ എന്നീ പരിപാടികളുടെ നിർവഹണ സമിതി ഓഫീസ്, ആദ്യ കൂപ്പൺ വിതരണം, ബ്രോഷർ പ്രകാശനം എന്നിവയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ബ്രോഷർ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. ആദ്യ കൂപ്പൺ വിതരണം ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത്, നന്ദകുമാർ വാഗയിലിന് നൽകി നിർവഹിച്ചു. ദേവസ്വത്തിൽ നിന്നും വിരമിച്ച സംഗമേശ്വരനെ മന്ത്രി K രാജൻ ഫലകം നൽകി ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ, സെക്രട്ടറി TR ഹരിഹരൻ, ദേവസ്വം മാനേജർ സരിത തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം MP സ്ഥാനം ഒഴിയും. പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം സംബന്ധിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച KPCC ഉപസമിതി ചൊവ്വാഴ്ച തൃശൂരിലെത്തും. പരാജയ കാരണങ്ങൾ വിലയിരുത്താനായി CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക്. ഇരിഞ്ഞാലക്കുട പെരുവല്ലൂപ്പാടം സ്വദേശി വിഷ്ണുവിനെ അർമേനിയയിൽ ബന്ദിയാക്കി. മകന്റെ ജീവൻ ഭീഷണിയിലെന്ന് അമ്മ ഗീത. മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. മന്നാമംഗലം മുരുക്കുംപാറ പ്രദേശത്തെ പുലിഭീതി പരിഹരിക്കുന്നതിനായി മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം.
ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. ചേലക്കര സൂപ്പിപ്പടി സ്വദേശി സുലൈമാനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഫാസ്ടാഗ് ഇല്ലാത്തതിനാൽ മാളയിൽ നിന്നുള്ള KSRTC ബസ്സുകൾ ആമ്പല്ലൂർ വരെയാക്കി സർവീസ് ചുരുക്കുന്നു. സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവുമെന്ന് യാത്രക്കാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.